നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ സമ്പൂർണ്ണ ഭവന പദ്ധതിയിൽ ജില്ലയ്ക്ക് അഭിമാന നേട്ടം. തദ്ദേശ സ്ഥാപനങ്ങളെയും ഭൂമി നൽകിയവരെയും മന്ത്രി ആദരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ കേരളം വേദിയിൽ നാളെ 2:30 നടക്കുന്ന പരിപാടി മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം എന്റെ കേരളം വേദിയിൽ തേർത്തലി സ്വദേശി 30 സെന്റ് ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കെ.വി. സുമേഷ് എം.എൽ.എ. അറിയിച്ചു. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും പദ്ധതിക്കായി ഭൂമി സൗജന്യമായി നൽകിയവരെയുമാണ് ആദരിക്കുന്നത്. ഇതിനകം 25,307 വീടുകൾ അനുവദിച്ചതിൽ 21,328 വീടുകളുടെ നിർമ്മാണം ജില്ലയിൽ പൂർത്തിയായി. ബാക്കിയുള്ള 3,979 വീടുകളുടെ പണി അന്തിമഘട്ടത്തിലാണ്. 853 കോടി രൂപയാണ് ഇതിനകം ചിലവഴിച്ചത്. ജില്ലയിലെ 81 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 61 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരുടെ പട്ടികയിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ ആനുകൂല്യം നൽകി. രണ്ടാം ഘട്ടമായി ഭൂമിയുള്ള ഭവനരഹിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട 2,541 വീടുകൾ പൂർത്തീകരിച്ചു. മൂന്നാം ഘട്ടത്തിൽ 720 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ 400 സെന്റ് ഭൂമി ഇതിനകം ഓഫർ ലഭിച്ചതിൽ 176 സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കരാർ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ കേരളം വേദിയിൽ തേർത്തല്ലി സ്വദേശി 30 സെന്റ് ഭൂമി ഓഫർ നൽകിയതായി പത്രസമ്മേളനത്തിൽ കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഒരു വലിയ നേട്ടമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഏതാണ്ട് 61 ലോക്കൽ ബോഡികൾ ഈ അർത്ഥത്തിലേക്കുള്ള ഒരു പൂർത്തീകരണം നടത്തി. അത് ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവാണ്, സ്റ്റെപ്പാണ്. ആകെ 853 കോടി രൂപ ഇവിടെ ഭവന നിർമ്മാണ പ്രവൃത്തിയാണ്. നമ്മുടെ ആകെ തുക പറയുമ്പോൾ 853 കോടി രൂപയുടെ ഭവന നിർമ്മാണമാണ് നമ്മുടെ ജില്ലയിൽ പൂർത്തിയായി. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നമ്മുടെ ലൈഫ് മിഷൻ്റെ ജില്ലാ ചെയർമാൻ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പറയും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്, ഒരു വലിയ നേട്ടമാണ്. വീട് ഉറപ്പാക്കലാണ്, വീട് പൂർത്തിയാവലാണ്, അല്ലാതെ വീട് ഇതാവലല്ല. 853 കോടി രൂപയുടെ ഏതാണ്ട് കരാർ വെച്ചത് 25,300. പ്രസിഡന്റ് ആ കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞാൽ അത് വീട് പൂർത്തിയായി അവർക്ക് താമസിക്കാൻ പറ്റുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മുടെ ജില്ലയിൽ 61 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളത് വളരെ മികച്ച ഇനീഷ്യേറ്റീവാണ്. അവരെ ആദരിക്കുക അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നാളെ നിർവഹിക്കുന്നു. പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ലൈഫ് മിഷൻ കോർഡിനേറ്റർ വിനോദ്, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി കെ ശ്രീധരൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.